വിജയുടെ പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തില് വിജയ് സിനിമ വിടാൻ പാടില്ല. പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി നല്ലൊരു ആക്ടറാണ്. പക്ഷെ പുള്ളിയുടെ ആക്ടിങ്ങിനെക്കാട്ടിലും ഇഷ്ടം പുള്ളിയുടെ മനുഷ്യത്വമാണ്. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഗിന്നസ് ബക്രു ആണെങ്കിൽ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പുള്ളിയെ പെട്ടെന്ന് പരിചയപ്പെട്ടു. സൂര്യയായിട്ട് പോലും 35-40 ദിവസത്തിന് ശേഷം ഭയങ്കരമായിട്ട് കമ്പനിയായ വിജയായിട്ട് പെട്ടെന്ന് കമ്പനിയായ പുള്ളി ഹാരിഷ് പേരടി തന്നെ പറഞ്ഞത്. ഹാരിഷ് പേരടി വന്നപ്പോൾ പുള്ളി എണ്ണീറ്റ് കൈ കൂപ്പി എന്നിട്ട് ഞാൻ വിജയാന്ന് പറഞ്ഞു. അത്ര എളിമ ആൾക്കാരോട് ഒരാർട്ടിസ്റ്റ്. പിന്നെ വിജയകാന്ത് സാറിന്റെ കാര്യം തമിഴില്ല സിനിമയും രാഷ്ട്രീയവും ഭയങ്കര ബന്ധമുണ്ട്. സിനിമക്കാരാൻ രാഷ്ട്രീയം MGR അല്ലെങ്കിൽ ജയലളിത ഇവരെല്ലാം അതാ ഞാൻ പറഞ്ഞ വിജയകാന്ത് സാറിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അത്രയും എന്താ പറയാ ജെ വില്യംസ് ആ ക്യാമറമാന്റെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളും പട്ടിണിയായ സമയത്ത് ഷൂട്ടിന് വന്ന സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഏതോ ലൊക്കേഷനിൽ 13 പേർക്ക് ഫുഡ് കുറഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി തന്നെ അവർക്ക് ഇതേപോലെ രജനീകാന്ത് നല്ലൊരു മനുഷ്യനാണ്. അപ്പം നല്ല മനുഷ്യര് എനിക്ക് തോന്നുന്നു ഈ മലയാളികളെക്കാട്ടി കൂടുതൽ നല്ലവരുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്മാര് വളരെ ഇമോഷണൽ ആണെങ്കിൽ അവർ സിൻസിയറാണ്. മലയാളികൾ സിൻസിയറാണ് ഒറ്റ കാര്യത്തോടുള്ളൂ, പണത്തോട് മാത്രം. മലയാളി ബേസിക്കലി ഫ്രോഡുകളാണ്, വക്രത ഭയങ്കരമാണ്. അലൻ ജോസ് പെരേര ഇവിടെ ആൾക്കാരാണ് കേരളത്തിലുള്ളത്. സ്വാർത്ഥത, വക്രത, അസൂയ, ഇതെല്ലാം തമിഴ്നാട്ടിലുള്ളവർ ഭയങ്കരമാണ്. മനുഷ്യനായിട്ട് കാണുന്ന ആൾക്കാരാണ്. അല്ല, വിജയ് വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. വിജയ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം പുള്ളി ഞാൻ പറഞ്ഞില്ലേ, പണ്ട് തൊട്ടേ പുള്ളി ആൾക്കാരോട് ഇടപഴകുന്ന രീതി, ആ പിള്ളേരെ സ്കൂൾ ഇത് SSLCയുടെ പാസ്സായ ആ പുള്ളിക്ക് ആ ഒരു എളിമയുണ്ട്. എങ്ങനെയാണ് പുള്ളി ഇതിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടിറങ്ങിയാണ്. പുള്ളി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് 100%. സുരേഷ് ഗോപി എന്താണ്? സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്. രാഷ്ട്രീയം നോക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. ചെറിയ പോരായ്മകൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പോരായ്മകൾക്കൊപ്പം പുള്ളിയുടെ പിണറായി വിജയൻ അല്ലല്ല, ഞാൻ ചിരിച്ചു പോയതാ. എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണ്. ചിലപ്പോ ആൾക്കാർ എന്നെ സംഖ്യയാക്കും, ചിലപ്പോ കൊങ്ങിയാക്കും. പക്ഷെ എന്റെ പ്രൊഫൈൽ എടുത്ത് കോൺഗ്രസ് പറയുന്ന ആൾക്കാർ മനസ്സിലായോ? അവരെ കളിയാക്കി പറഞ്ഞാൽ ആൾക്കാർ കമന്റ് ഇടുന്ന കേസ് ഞാൻ പറഞ്ഞ. പക്ഷെ ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് അറിയാൻ വേണ്ടി എന്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി. എന്റെ അഭിപ്രായത്തില ഒരു കക്ഷി രാഷ്ട്രീയം ഉണ്ടാവാൻ. കാരണം ഒരു കക്ഷി രാഷ്ട്രീയം ഉപയോഗിക്കുക അതിലേക്ക് മാത്രം ഓറിയന്റഡ് ആയിട്ട് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റില്ല. സുധാകരൻ സാർ നല്ല ഭരണമായിരുന്നു. ഗണേഷ് കുമാർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഴിവുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയതാണ്. പിന്നെ പിന്നെ ഉള്ള ഗണേഷിന്റെ ഫാദർ നല്ല രീതി ഞാൻ പറഞ്ഞില്ലേ, ഗണേഷ് കുമാർ നന്നായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പുള്ളിയായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ നല്ല മനസ്സും വേണം, വിവരവും വേണം. ചുമ്മാ വണ്ടിയുടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ച് വോട്ട് മേടിക്കാൻ വന്നിട്ട് ഇപ്പൊ സെന്ററിലെ ഒരു പ്രശ്നമുണ്ട്, ഈ ഗാന്ധി ഫാമിലി പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ആ രാഹുൽ ഗാന്ധി പിടിച്ചേക്കണം. ആ ഒരു ബൈസിങ് വന്നിട്ടുണ്ട്. കാരണം കഴിവുള്ള വേറെ പല ആൾക്കാരും ഉണ്ട്, അവർക്കൊന്നും വരാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ, ഒരു ഫാമിലി ഇത് വരികയാണ്. ഗാന്ധി ഫാമിലി ഉണ്ടല്ലോ, ആ ഒരു ട്രഡീഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് മിടുക്കരായ പല ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല.